ബഹുമാനിക്കേണ്ട നിറഭാഷ, ബഹുമാനിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വീണ്ടും ഒരുമിച്ച് കൂടുവാൻ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരു അവസരം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞാൻ നിങ്ങളും ആയിരുന്ന സ്ഥലങ്ങളിലും പോയിരുന്ന വഴികളിലും വഴിയാത്രകളിലും ആപത്തുകളിലും അനർത്ഥങ്ങളിലൊക്കെ ദൈവം എത്ര കരുതലോടുകൂടി നമ്മെ പരിപാലിച്ചു എന്നുള്ളത് ജീവിത അനുഭവങ്ങൾ ഒന്ന് വിലയിരുത്തുന്ന മാത്രമേ എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധ്യമാണ്. അതുകൊണ്ടാകുന്നു ജീവിതത്തിന്റെ തിരക്കേറിയ നിമിഷങ്ങളിൽ നാം ആയിരിക്കുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വിശുദ്ധ ആലയത്തിൽ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ആരാധനയായി സമർപ്പിക്കാൻ തക്കവണ്ണം നാം കടന്നു വന്നിരിക്കുന്നു. സങ്കീർത്തനകാരൻ 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പാടുന്നുണ്ട്: ഞാൻ ഒരു കാര്യം മാത്രം യഹോവയോട് അപേക്ഷിക്കുന്നു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്തെ കാണുവാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, എന്റെ ആയുഷ്കാലം മുഴുവൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. എന്റെ ആയുഷ്കാലം മുഴുവൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എന്ന് സങ്കീർത്തനകാരൻ പാടുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠമാണ്, എത്രമാത്രം മഹത്തരമാണ് ദൈവത്തിന്റെ ആലയത്തിൽ ആയിരിക്കുന്ന നിമിഷങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ ആലയത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് മഹത്വപ്പെടുത്താം. സഭാവർഷത്തിൽ ഇന്ന് 2ാമത്തെ ഞായറാഴ്ചയാണ്. ഹോദോസിത്തോ ഞായറാഴ്ച എന്ന് നാം പറയുമ്പോൾ സഭയുടേതായിരിക്കുന്ന, പ്രതിഷ്ഠയുടേതായിരിക്കുന്ന ദിവസമാണ്. യേശുക്രിസ്തുവിന്റെ ജനന പെരുന്നാളിലേക്കുള്ള ഒരു തീർത്ഥാടനം. ആ തീർത്ഥാടനത്തിൽ സഭയുടേതായിരിക്കുന്ന ശുദ്ധീകരണം കഴിഞ്ഞ ഞായറാഴ്ച നാം ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. സഭയുടെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളും ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി കടന്നു പോകേണ്ടവരാണ്. സഭയുടെ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു വന്നതിന് ശേഷം പിതാക്കന്മാർ ഓർപ്പിക്കുകയാകുന്നു, വിശുദ്ധിയുടേതായിരിക്കുന്ന അനുഭവത്തിൽ കൂടി കടന്നു വന്നു എങ്കിലും അതിലും സുപ്രധാനമാകുന്നു സമർപ്പണത്തിൻ്റെതായിരിക്കുന്ന അനുഭവം. ഇന്നും ഈ ദിവസം സമർപ്പണത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തിൽ കൂടി കടന്നു വരണം എന്നുള്ളത് പിതാക്കന്മാര് ഓർപ്പിക്കുകയാകുന്നു. ഹോദോസിത്തോ എന്ന് പറയുമ്പോൾ ശുദ്ധീകരണം, ഇത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും ആകമാനമുള്ള ഒരു ശുദ്ധീകരണത്തിന്റെയും സമർപ്പണത്തിൻ്റെതുമായിരിക്കുന്ന അനുഭവമായി തീരണം. സ്വയം പ്രതിഷ്ഠിച്ചും സ്വയം സമർപ്പിച്ചും പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ട ഒരു വലിയ ദിവസമാകുന്നു ഇന്ന്. ഹോദോസിത്തോ എന്ന് പറയുമ്പോൾ പ്രതിഷ്ഠയുടേതാണ്, പുതുക്കത്തിൻ്റെതാണ്, അതോടൊപ്പം ഒരു പ്രതിഷ്ഠയുടേതായിരിക്കുന്ന ദിവസം കൂടിയാണ് എന്നുള്ളതും നാം മനസ്സിലാക്കണം.
ആഹ്വാനം ചെയ്തുകൊണ്ട് പിതാക്കന്മാർ ഇന്ന് ഈ പെരുന്നാൾ ഇവിടെ ആചരിക്കുകയാണ്. ലൗകിക സുഖഭോഗങ്ങളിൽ കൂടി നാം കടന്നുപോയിക്കൊണ്ട് ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ഇമ്പങ്ങളിൽ കൂടി നാം കടന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാരകമായിരിക്കുന്ന രോഗങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിബന്ധങ്ങളിലും കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഷ്ഠയുടേതായിരിക്കുന്ന പരിപൂർണതയുടെ അനുഭവത്തിൽ നിന്ന് നാം മാറിക്കൊണ്ട് ജീവിതം വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന അചഞ്ചലതയുടെ മേഖലകളിൽ കൂടി കടന്നു പോകുമ്പോൾ പിതാക്കന്മാർ ഓർപ്പിക്കുന്നു, ഒരു പുനഃപ്രതിഷ്ഠ ജീവിതത്തിൽ എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നുള്ളത്. ഈ ലോകത്തിൽ തീർത്ഥാടനത്തിൽ കൂടി നാം കടന്നു പോകുന്നു. ദൈവസന്നിധിയിലേക്കുള്ള തീർത്ഥാടനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ തീർത്ഥാടന മാർഗത്തിൽ നിന്ന് യഥാർത്ഥമായിരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വ്യതിരിക്കുവാൻ തക്കവണ്ണം പലവിധ വികടങ്ങളായിരിക്കുന്ന ശിഥിലങ്ങളായിരിക്കുന്ന ചിന്തകളും ആശങ്കകളും കുഴപ്പങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ആകമാനം ഒരു പുനഃപ്രതിഷ്ഠയുടേതായിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരണമെന്നുള്ളത് പിതാക്കന്മാരെ ഓർപ്പിക്കുകയാകുന്നു. വിശുദ്ധിയുടേതായിരിക്കുന്ന ഒരു പുതുക്കത്തിൻ്റെതായിരിക്കുന്ന അനുഭവം വിശുദ്ധ മാമോദീസായിൽ കൂടി ഞാനും നിങ്ങളും പ്രാപിച്ചിട്ടുള്ളവരാണ്. വിശുദ്ധ മാമോദീസായുടേതായിരിക്കുന്ന വലിയ ശുശ്രൂഷയിൽ കൂടി നാം പരിശുദ്ധാത്മാവിന്റെ നൽവരം പ്രാപിച്ചിട്ടുള്ളവരാണ്. സഭയുടെ അംഗമായി ചേർന്നിട്ടുള്ളവരാണ്. മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും പരിശുദ്ധാത്മ നൽവരത്തിന്റെ അടയാളവുമായ പരിശുദ്ധ ബോധനാണ് ഞാനും നിങ്ങളും മുദ്ര കുത്തിയിട്ടുള്ളവരാണ്. വിശുദ്ധ ആലയമായി ഞാനും നിങ്ങളും പരിശുദ്ധ ബോധനാണ് അഭിഷേകം ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ തുടർന്നുള്ള ജീവിതയാത്രയിൽ യേശു ക്രിസ്തുവിന്റെ ആലയങ്ങളായിരിക്കേണ്ട ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ ആലയങ്ങളായി തീരുവാൻ തക്കവണ്ണം സാധ്യമായിട്ടുണ്ടോ? നമ്മുടെ ജീവിതയാത്രയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. യേശു ക്രിസ്തു ആയിരിക്കണം ജീവിതത്തിൽ പരമപ്രധാനമായിരിക്കുന്ന കേന്ദ്രം എന്നുള്ളത് പഠിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ എന്റെ നിങ്ങളുടെ ജീവിതയാത്രയിൽ അവിടുന്ന് ആകുന്നു എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ പരമ കേന്ദ്രം എന്നുള്ളത് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. എന്നാൽ പിതാക്കന്മാർ ഓർപ്പിക്കുന്നു, ഈ ജീവിതയാത്രയിൽ യേശു ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ക്ഷണികമായിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ആയുസ്സിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന സാക്ഷ്യം ഇന്നിന്റെ സമൂഹത്തിന് നൽകുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധ്യമാകണം. അപ്രകാരം ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നാം വ്യതിരിച്ചു പോകുന്നുവെങ്കിൽ, ദൈവത്തിൽ നിന്ന് നാം അന്യമായി തീർന്നുവെങ്കിൽ, മാറിപ്പോകുന്നുവെങ്കിൽ, ഒരു പുനഃപ്രതിഷ്ഠയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ നമ്മുടെ ആരാധനയിലെ ഈ പങ്കാളിത്തം മൂലം ഈ ധന്യനിമിഷങ്ങൾ ശ്രേഷ്ഠമായി തീരും. നാം ഇവിടെ ചെലവഴിക്കുന്നതായിട്ടുള്ള ഈ ധന്യനിമിഷങ്ങളൊക്കെയും ശ്രേഷ്ഠകരമായി തീരും, യാതൊരു സംശയമില്ല. അതുകൊണ്ടാകുന്നു സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്, ഞാൻ ഒരു കാര്യം മാത്രം ആഗ്രഹിക്കുന്നു, യഹോവയുടെ ആലയത്തിൽ എന്റെ ആയുഷ്കാലം മുഴുവൻ പാർക്കുവാൻ തക്കവണ്ണം. അങ്ങനെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിലേക്കുള്ള യാത്രയിൽ നാം ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വ്യതിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ലക്ഷ്യമായവരെ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു പുനഃപ്രതിഷ്ഠയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട്